ഗായ്സ്, അപ്പോൾ നമുക്ക് മീൻകറിയുടെ കൂടെ കഴിക്കാൻ കപ്പയും ചേമ്പ് പുഴുക്കും വെച്ചാലോ? അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ കപ്പയും 1/2 കിലോ ചേമ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പയുടെയും ചേമ്പിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചേമ്പ് റൗണ്ട് ഷേപ്പിലും കപ്പ ഞാൻ സ്ക്വയർ ഷേപ്പിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, അപ്പോൾ ഞാൻ കപ്പയുടെയും ചേമ്പിൻ്റെയും മണ്ട വരെയാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് തേങ്ങയും അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊച്ചുള്ളി 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് ടീസ്പൂൺ ജീരകവും ഇടുന്നുണ്ട്. അപ്പം അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് തരിയോടുകൂടി ഒന്ന് അരച്ചെടുക്കണം. അധികം അരയല്ല, തരിയോട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കപ്പ വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് കപ്പ ഇങ്ങനെ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളയണം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ അരപ്പും അതിലോട്ട് ചേർക്കണം. അപ്പം ജാറിൽ ഇച്ചിരി അരപ്പുണ്ടായിരുന്നു, ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ ഷേക്ക് ചെയ്ത് ആ വെള്ളം ഞാൻ അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അരപ്പ് വേവാനായിട്ട് 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം മീൻകറി കൂട്ടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, സി യു.